നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പ്രധാന എക്കണോമിക് ഡേറ്റയാണ് RBIയുടെ MPC മീറ്റിംഗ് മിനിറ്റ്സ്. MPC മീറ്റിംഗ് മിനിറ്റ്സിൽ ഇന്ത്യൻ മാർക്കറ്റ് ഷോർട്ട് ടൈമിൽ ഫേസ് ചെയ്യുന്ന ചില പ്രധാന പ്രശ്നങ്ങളായ ഫുഡ് ഇൻഫ്ലേഷനിലെ അൺപ്രഡിക്റ്റബിലിറ്റി, ക്രൂഡിൻ്റെ പ്രൈസിലെ വോളറ്റിലിറ്റി, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ചില അൺസർട്ടനിറ്റി എന്നിവ ടാക്കിൾ ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് വിഡ്രോവലിന് പകരം 6.5% റിപ്പോ റേറ്റ് നിലനിർത്താൻ തീരുമാനിച്ചു എന്നുള്ള അപ്ഡേറ്റ്. ഇവിടെ ഇന്ത്യയുടെ സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നതിനും ഇൻഫ്ലേഷൻ 4% എന്ന ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇൻട്രസ്റ്റ് വിഡ്രോവലിന് പകരം 6.5% റിപ്പോ റേറ്റ് നിലനിർത്താൻ MPC മീറ്റിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിലെ ഫുഡ് ഇൻഫ്ലേഷൻ ഉയരുമെന്ന് RBIയുടെ പ്രൊജക്റ്റഡ് ഡേറ്റ പറയുന്നുണ്ട്. ഇതുകൂടാതെ വരും വർഷങ്ങളിൽ, അതായത് 2024 ജനുവരി മാസത്തിലും ഫുഡ് ഇൻഫ്ലേഷനിൽ അൺപ്രഡിക്റ്റബിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ US ബോണ്ട് ഈൽഡ് സോഫ്റ്റ് ആകുന്നതും ക്രൂഡിൻ്റെ പ്രൈസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിയുന്നതും ഡോളർ ഇൻഡെക്സ് വീക്കാകുന്നതും ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാലും ഈ ത്രെട്ടുകൾ, അതായത് ഷോർട്ട് ടൈം ത്രെട്ടുകൾ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടി 6.5% റിപ്പോ റേറ്റ് നിലനിർത്താനാണ് RBI തീരുമാനിക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് വിഡ്രോവലിന് പകരം റിപ്പോ റേറ്റിലുള്ള കണ്ടിന്യൂഷനാണ് നമ്മൾ വരും സമയങ്ങളിൽ RBIയുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ MPC മീറ്റിംഗ് മിനിറ്റ്സിൽ നൽകിയിരിക്കുന്നത്. ഇനി ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി വിൽമാർ. അദാനി വിൽമാർ കഴിഞ്ഞ ദിവസം 3.91% ഉയർന്ന് 365 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 47,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 368. ഉയർന്ന വാല്യൂഷനിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 627, 52 വീക്ക് ലോ 285. അദാനി വിൽമാറിൽ പ്രൊമോട്ടേഴ്സ് മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1.24% സ്റ്റേക്ക് സെൽ ചെയ്യും എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെൽ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അടുത്ത ട്രേഡിംഗ് സെഷനിൽ, അതായത് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. 1,61,00,000 ഇക്വിറ്റി ഷെയറുകളായിരിക്കും ഇവിടെ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രൊമോട്ടേഴ്സ് സെൽ ചെയ്യുക. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് 360 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 340, 300 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന സപ്പോർട്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 400. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്. ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ ദിവസം 1.87% ഉയർന്ന് 133 രൂപ 45 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.64 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ഒരു മെർജർ പ്ലാൻ അനൗൺസ് ചെയ്തിരുന്നു. ജനുവരി 25 ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി ടാറ്റ സ്റ്റീലിൻ്റെ സബ്സിഡറി കമ്പനിയായ ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ടാറ്റ സ്റ്റീലുമായി മെർജ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ 2022 തന്നെ ടാറ്റ സ്റ്റീലിൻ്റെ മെയിൻ സബ്സിഡറി കമ്പനികളെ ടാറ്റ സ്റ്റീലുമായി മെർജ് ചെയ്യുന്നതിന് ബോർഡ് അപ്രൂവൽ നൽകിയിരുന്നു. ടാറ്റ സ്റ്റീൽ ലോങ് പ്രൊഡക്റ്റ്, ടിൻ പ്ലേറ്റ് കമ്പനി ഓഫ് ഇന്ത്യ, ടാറ്റ മെറ്റാലിക്സ്, TRF, ദ ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ പ്രോഡക്റ്റ്, ടാറ്റ സ്റ്റീൽ മൈനിങ് ലിമിറ്റഡ്, S&T മൈനിങ് കമ്പനി എന്നീ കമ്പനികളെയാണ് ടാറ്റ സ്റ്റീലുമായി മെർജ് ചെയ്യാൻ, അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിൽ ദി ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ പ്രോഡക്ട്സ് എന്ന കമ്പനിയുടെ മെർജുമായി ബന്ധപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് ഡിസിഷൻ അറിയുന്നതിനു വേണ്ടിയാണ് ജനുവരി 25 മീറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓവറോൾ ടാറ്റ സ്റ്റീലിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം വിവിധ കമ്പനികൾ ടാറ്റ സ്റ്റീലുമായി മെർജ് ആകുന്നതോടുകൂടി ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലിൻ്റെ പെർഫോമൻസും ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ക്രോസ് ഫങ്ഷണൽ ലേണിങ്ങും കൂടാതെ വിവിധ സബ്സിഡറികളുടെ യൂട്ടിലൈസേഷനും ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ബ്രോക്കേജ് ഏജൻസികളും ടാറ്റ സ്റ്റീലിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകി. സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 183 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 18% ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത്. ചോയ്സ് ബ്രോക്കിംഗ് ടാറ്റ സ്റ്റീലിന് 138 രൂപയുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 127 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ RSI മീഡിയം ലെവലിലാണ്. അതുപോലെ തന്നെ 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് തുടരാനുള്ള സാധ്യതയുണ്ട്. ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് 121% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 20% റിട്ടേണുമാണ് നൽകിയത്.
സ്റ്റീൽ സെക്ടറിലെ ഒരു കമ്പനി ആയതുകൊണ്ട് സിക്ലിക്കൽ നേച്ചർ പലപ്പോഴും നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാനുമുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 180% റിട്ടേൺ നൽകി. കൂടാതെ 2% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. ഈ വർഷം 3.3 രൂപ 60 പൈസയുടെ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022 51 രൂപ ഡിവിഡൻറ്റും 2021 25 രൂപ ഡിവിഡൻറ്റും 2020 10 രൂപ ഡിവിഡൻറ്റും കമ്പനി നൽകി. 2022 കമ്പനി 10:1 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നൽകിയിട്ടുണ്ട്. ആൾറെഡി സിക്ലിക്കൽ സെക്ടറിലെ കമ്പനി ആയതുകൊണ്ട് അത്ര വലിയ ഗ്രോത്ത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഒരു മൊമെൻറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്